രാജ്യത്ത് നോട്ട് പ്രതിസന്ധി തുടരുകയാണ്. എടിഎമ്മുകൾ ഇനിയും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തതിനാൽ ജനം വലയുന്നു. പകരം സംവിധാനം ഏർപ്പെടുത്താതെ നോട്ട് പിൻവലിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വ്യാപാരികൾ സംസ്ഥാനത്ത് 15 മുതൽ കടകൾ അടച്ചിടും. തിരുവനന്തപുരത്ത് നിന്ന് MR സജേഷ് ചേരുന്നു. സജേഷ്, 3 ആഴ്ചയെങ്കിലും എടുക്കും ഈ പൊതുവിപണിയിൽ പണത്തിന്റെ വിനിമയം ഒരുവിധം ശരിയാകാൻ എന്നാണ് ഇന്നലെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉറപ്പു നൽകിയത് പറഞ്ഞത്. ഈ പകരം സംവിധാനങ്ങൾ നിലവിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഏറെക്കുറെയെങ്കിലും ആശ്വാസജനകമാണോ അതോ ദുരിതത്തിൽ തന്നെയാണോ ജനങ്ങൾ? അരുൺ, പകരം സംവിധാനങ്ങൾ ഒന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിൽ ആവുന്നില്ല എന്ന് ഒറ്റയടിക്ക് തന്നെ പറയേണ്ടി വരും. കാരണം 2000 രൂപ മാത്രമാണ് പരമാവധി ATM നിന്ന് ലഭിക്കുന്നത്. ആ പണം പോലും ഇപ്പോൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. രാവിലെ തന്നെ ആളുകൾ ATM-ൽ നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ പണം മിക്ക ATM-കളിലും ഇല്ല. അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്ന് പരമാവധി മാറ്റിയെടുക്കാൻ കഴിയുന്നത് 10000 രൂപയാണ്. ഇന്ന് ബാങ്കുകളുടെ കൗണ്ടറുകൾ തുറന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ 10000 രൂപ കൊണ്ട് രോഗികളും മറ്റുമായ ആളുകൾക്ക് ഒറ്റയടിക്ക് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മറ്റും ബില്ല് അടയ്ക്കാനുള്ള തുക തുടങ്ങിയ കാര്യങ്ങളൊന്നും 10000 രൂപയിൽ നിൽക്കുന്നതല്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണം കണ്ടെത്താനാകാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഈ രീതിയിൽ ഒരു തരത്തിലും പകരം സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മിക്ക ഹോട്ടലുകളും കാലിയായി കിടക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം വളരെ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച മുതൽ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അരുൺ, ഈ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചെറിയ നോട്ടുകൾ, അതായത് 100, 50, ഇതാണല്ലോ സജേഷ് ഒരർത്ഥത്തിൽ വലിയ തോതിൽ ജനങ്ങളെ വലയ്ക്കുന്നത്. ഇത് എത്രത്തോളം ബുദ്ധിമുട്ട് നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്? കാരണം ഈ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഒരു നിമിഷം, മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം തടയാനാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച നടപടി വിവരണാതീതമായ പ്രയാസമാണ് ജനങ്ങൾക്കാകെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്താരും കള്ളപ്പണം തടയുന്നതിനെതിരല്ല. ഞങ്ങളെല്ലാം കള്ളപ്പണം തടയുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. പക്ഷേ ഇത് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ച് സ്വീകരിച്ച നടപടിയല്ല എന്നാണ് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള കള്ളപ്പണ ലോബിക്ക് കള്ളപ്പണം സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് വന്നിടത്തോളം വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സാധാരണക്കാരായവരാണ് അറിയാതിരുന്നത്. ഈ വിവരം നോട്ടുകൾ പിൻവലിക്കാൻ പോകുന്നുവെന്ന കാര്യം നേരത്തെ തന്നെ ചില കേന്ദ്രങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി BJP നിക്ഷേപിച്ച തുകയുടെ കണക്കുകൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കള്ളപ്പണം കയ്യിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, സാധാരണ ആളുകൾ നിത്യജീവിതത്തിൽ അല്പം മിച്ചം വെച്ച് പല കാര്യങ്ങൾക്കും ഒരുക്കി അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സാധാരണക്കാരാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായി വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായി എന്തെങ്കിലും ക്രമത്തിലാക്കാൻ കഴിഞ്ഞു.
ഏതെങ്കിലും ഒരു സർക്കാർ ഇത്രയും നിസ്സംഗമായ മനോഭാവം സ്വീകരിക്കും? നമ്മുടെ രാജ്യത്തിലെ കറൻസി സർക്കുലേഷൻ എടുത്താൽ 1000-ൻ്റെയും 500-ൻ്റെയും പ്രാധാന്യം എന്താണെന്ന് സാധാരണഗതിക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് പിൻവലിക്കുമ്പോൾ സാധാരണഗതിയിൽ വിഷമമില്ലാതിരിക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെയൊരു പ്രയാസം കാണിച്ചത്, ഇങ്ങനെയൊരു അന്തരീക്ഷം സൃഷ്ടിച്ചത്? നാട്ടിലുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്തു? അവരുടെ കയ്യിലുള്ളതൊന്നും കള്ളപ്പണമല്ലല്ലോ. അവരധ്വാനിച്ച് അല്പം മിച്ചം വെച്ച പണം അത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. രോഗികളായവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നു. ആശുപത്രിയിലുള്ള പ്രയാസം, ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് റിപ്പോർട്ട് വന്ന് കൊള്ളയടിച്ചു എന്നാണ്, റേഷൻ ഷാപ്പ് കൊള്ളയടിച്ചു എന്നാണ്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിക്ഷേപിക്കാൻ പോയി, നിക്ഷേപിക്കാൻ കഴിയാതിരുന്നു, ചില ചോദ്യങ്ങൾ വന്നു, അപ്പം തന്നെ ജീവനൊടുക്കി കളഞ്ഞില്ലേ? ഇതൊക്കെ ഇവിടെ തന്നെ സംഭവിച്ച കാര്യമല്ലേ? എന്തെല്ലാം ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. ചികിത്സ ലഭിക്കാതെ, മരുന്ന് വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ. ഇത്തരത്തിലൊരു സംഭവങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു ദുരഭിമാന നില സ്വീകരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഡിസംബർ 30 വരെ ഇതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 30 വരെ അവധി പ്രഖ്യാപിച്ചെങ്കിൽ ഡിസംബർ 30 വരെ ഈ നോട്ടുകൾ സാധാരണഗതിയിൽ ക്രയവിക്രയം നടത്താനുള്ള അവകാശം കൊടുക്കണ്ടേ? എന്തിനാണ് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? ബാങ്കുകളിൽ എന്തെങ്കിലും മുൻകരുതലെടുത്തിട്ടുണ്ടോ? കേൾക്കുന്ന കാര്യം ചില കൈപ്പിഴകളെ റിസർവ് ബാങ്കിന് പറ്റിയെന്നാണ്. അതും ഇപ്പോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ത്രെഡില്ലാതെ നോട്ടടിച്ചുവെന്നും അത് വലിയ തുകയായിരുന്നുവെന്നും അതിന് മറ്റ് പരിഹാരങ്ങളുണ്ടായില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെന്ന് ആരും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യമാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു ഘട്ടം വന്നാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണ്ടേ? പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിപ്പോൾ ഇല്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കാൻ തയ്യാറാവണ്ടേ? ഈ പ്രശ്നം വന്ന ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്തിൻ്റെ വികാരം കാണിച്ചുകൊണ്ട് കത്ത് ഞങ്ങൾ അയച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തില്ല. വേണ്ടതെന്താ? ഡിസംബർ അവസാനം വരെ ഇതിന് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടുകൾ മാറാൻ സമയമുണ്ട്. എന്നാൽ അതുവരെ ആളുകളുടെ കയ്യിലുള്ള നോട്ടുകൾ വിഷമമില്ലാതെ മാറുന്നതിനുള്ള സാഹചര്യമൊരുക്കണം. പക്ഷെ അതിന് പകരം നോട്ട് വേണ്ടേ? അപ്പോൾ ഈ നോട്ട് തന്നെ ഉപയോഗിക്കാനുള്ള സാവകാശം കൊടുക്കണം. ഇത് തന്നെ ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കണം. കാരണം 1000 മാറിക്കൊടുക്കാൻ ആവശ്യമായത്ര നോട്ടുകളില്ലാത്തതല്ലേ ഈ പറയുന്ന പരിധി വെക്കുന്നതിനിടയാക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഗവൺമെൻറ് ഇന്നത്തെ പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള നില സ്വീകരിക്കാനാവണം. ചിലർ നല്ല രീതിയിലുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മുൻകരുതലെടുക്കാൻ കഴിഞ്ഞു? എങ്ങനെ അവർക്ക് വിവരം കിട്ടി? സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരാൾ ചോദിച്ചു, അല്ല സാർ, ഈ നമ്മളെ നാട്ടിൽ സാധാരണ സ്കൂട്ടറുകാർ തന്നെ ഇപ്പോൾ 100 രൂപയ്ക്ക് അടിക്കുന്നതിന് പകരം 500 രൂപയാണെങ്കിൽ 500 രൂപ കൊടുത്തിട്ടാണ് അടിക്കുന്നത്. പക്ഷേ പെട്രോളിന് ഒരു ക്ഷാമവും ഇല്ലല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്, സാധാരണ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ചിലരെല്ലാം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പെട്രോളിയം മേഖലയിൽ രാജ്യത്ത് തന്നെ റിലയൻസാണ് ഏറ്റവും പ്രധാന നേതൃത്വം വഹിക്കുന്നത്. ആ റിലയൻസും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഡിസംബർ 30 പിൻവലിക്കണം എന്ന് ഇപ്പോൾ തീരുമാനിച്ച് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ
അവർ പ്രഖ്യാപിച്ച തീയതി വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിസംബർ അവസാനം വരെ ഈ പണം സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ അനുവദിക്കുക, അതിന് പ്രയാസങ്ങൾ ഇല്ലാതാക്കുക, അതിനാവശ്യമായ പണം കൈമാറ്റം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ബാങ്കുകളിലെല്ലാം ആവശ്യത്തിന് പണം അപ്പോഴേക്ക് എത്തിക്കുക, മാറ്റിക്കൊടുക്കാനുള്ള പണം എത്തിക്കുക. അങ്ങനെയുള്ള നടപടികളെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവണം. യഥാർത്ഥത്തിൽ പിൻവലിക്കാൻ മാത്രം ന്യായമായ തോതിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ റിസർവ് ബാങ്കിന് പറ്റിയ തെറ്റാണെങ്കിൽ തന്നെ അത്രത്തോളം സെക്യൂരിറ്റി ത്രെറ്റ് ഇല്ലാത്ത നോട്ട് അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പിൻവലിക്കേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അതിന് നാട്ടുകാർ ഇടാൻ പാടില്ലല്ലോ, നാട്ടുകാരെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ, അധ്വാനിച്ച് കാശുണ്ടാക്കിയവരെ ശിക്ഷിക്കാൻ പാടില്ലല്ലോ. അതാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. സംസ്ഥാനത്ത് ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യക്തികളും കുടുംബങ്ങളും സർക്കാരിലേക്കും സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പലതരത്തിലുള്ള ക്യാഷ് ഇടപാടുകളും നടത്തേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള വൈദ്യുതി ബില്ല്, വെള്ളക്കരം, പരീക്ഷാ ഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ്, വീട്ടുകാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കേണ്ട ഫീസുകൾ, ഇത് കെട്ടിട നികുതി, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അടക്കേണ്ടതിന് പിഴ ഈടാക്കുന്ന നിലയുണ്ടാവില്ല. ഈ മാസം അവസാനം വരെ അവർക്ക് സാവകാശം കൊടുക്കുകയാണ്. നവംബർ 30 വരെ അത് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കും. നവംബർ 30 വരെ അവർക്ക് ഇതിനുള്ള സാവകാശം നൽകുകയാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ ഓട്ടോറിക്ഷ, ടാക്സി, ചരക്ക് വാഹനങ്ങൾ തുടങ്ങിയവയുടെ നികുതിയും പിഴ കൂടാതെ നവംബർ 30 വരെ അടക്കാൻ പറ്റും. കാരണം ഇപ്പം തന്നെ അടക്കണമെന്നില്ല. ഇന്ന് അടക്കേണ്ട തീയതിയാണെങ്കിൽ ഇന്ന് തന്നെ അടക്കേണ്ടതായിട്ടില്ല. നവംബർ 30 വരെ അതിനെല്ലാമുള്ള അവധികൾ നീട്ടിക്കൊടുക്കുകയാണ്. എന്നാൽ നിയമപരമായി അടക്കേണ്ട വാറ്റ്, എക്സൈസ്, ഈ നികുതികൾക്ക് ഈ അളവ് ബാധകമാക്കാനാവില്ല. മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇത് ബാധകമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സർക്കാരിനുള്ള പ്രതിഷേധമല്ല, നമ്മുടെ നാടിനുള്ള പ്രതിഷേധം. അതിൻ്റെ ഭാഗമാണല്ലോ സർക്കാരും. ആ പ്രതിഷേധം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ യാത്ര ഡൽഹിയിലേക്കുള്ളതാണ്. ഡൽഹിയിൽ ധനകാര്യമന്ത്രിയെ കാണാൻ ശ്രമിക്കും. ധനകാര്യമന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യും. ഞാനീ പറഞ്ഞതിൽ എല്ലാം വന്നല്ലോ. അതിനുവേണ്ടി അടച്ചിടേണ്ട കാര്യമില്ല. മറ്റു പ്രയാസങ്ങളുണ്ടെങ്കിൽ നോക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും ഇതിനുള്ള ഉത്തരമായല്ലോ ഇത്. ശരി. 100, 500 നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനോട് നിലവിൽ ഏറ്റവും പുതിയ പ്രതികരണം നടത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശ്വാസജനകമായ ഒരു നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾ, ക്രയവിക്രയങ്ങൾ ഇക്കാര്യത്തിൽ സമയപരിധി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കറണ്ട് ബില്ല്, ഒപ്പം വെള്ളക്കരം, ഇത്തരം ചില തുടങ്ങിയവ അടയ്ക്കുന്നതിന്റെ സമയപരിധി നിലവിൽ നീട്ടി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പിഴ ഒടുക്കേണ്ടതില്ല, നവംബർ 30 വരെ എന്നാണ്. എന്നാൽ എക്സൈസ്, വാറ്റ് നികുതികൾക്ക് ഇത് ബാധകമല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. നോട്ടുകൾ പിൻവലിച്ച നടപടി വിവരണാതീതമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട്. സുനിൽ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ കൂടി, ജനങ്ങൾക്ക് ആശ്വാസജനകമായ സാഹചര്യം ഉണ്ടാക്കുന്ന നടപടികൾ കൂടി ഉണ്ടാകുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാണ് അതിന്റെ കാതൽ, അതടക്കമുള്ള കാര്യങ്ങൾ. അരുൺ, ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പോൾ 500 രൂപ, 1000 രൂപ നോട്ടുകൾ ഇപ്പോൾ പിൻവലിച്ചത് മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 30 വരെ എന്നുള്ള ഒരു അവധി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമയം വരെ 500 രൂപ, 1000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള അവസരം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല? അതിനുവേണ്ട നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള പണം കള്ളപ്പണമല്ല,
അവർ കൂലിവേല ചെയ്തുണ്ടാക്കിയിട്ടുള്ള പണമാണ്. അതുകൊണ്ട് തന്നെ അത് മാറാനായിട്ട് അവർ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കള്ളപ്പണക്കാർ ഇക്കാര്യം തന്നെ നോട്ട് പുതിയത് വരുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ തുകയൊക്കെ മാറ്റാനുള്ള അവസരവും അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരാണ് ഇത്തരത്തിൽ അതിന് അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തത്? ഇക്കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഈ ഒരു പ്രഖ്യാപനം നടത്തി ഇത്രയും ജനങ്ങൾ, എല്ലാ സംസ്ഥാനത്തെയും ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും പ്രധാനമന്ത്രി മറ്റെവിടെയാണ്. ഈ ഓർഡറെല്ലാം നടപ്പാക്കിയ ശേഷം പ്രധാനമന്ത്രി രാജ്യം വിട്ടു പോയിരിക്കുന്ന ഒരു സമീപനം. സംസ്ഥാനത്തെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വികാരം കേന്ദ്രത്തെ കത്ത് മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഡൽഹിക്ക് പോകുമ്പോൾ ധനകാര്യമന്ത്രിയെ നേരിൽ കണ്ട് തന്നെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥ നേരിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ 500 രൂപ 1000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനും അവർക്ക് അത് വിനിമയം നടത്താനുള്ള അവസരം ഈ ഡിസംബർ 30 വരെ കൊടുക്കണം. അതിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും വെക്കരുത് എന്നുള്ളത് ഒരു ആവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, അതായത് വാട്ടർ ബില്ല്, വൈദ്യുതി ബില്ല്, അതുപോലെ കരം, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അടയ്ക്കേണ്ട വീട്ടുകരം അടക്കമുള്ള കരം, അതുപോലെ മറ്റ് മേഖലയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട തുകകൾ, അതുപോലെ മറ്റൊരു കാര്യം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഓട്ടോ ടാക്സി, അതുപോലെ ഓട്ടോ ടാക്സിയും ബസ്സും തുടങ്ങിയവരുടെ ടാക്സ് അടയ്ക്കുന്നതിനുള്ള തീയതി ഇന്നാണ് തീയതിയെങ്കിൽ പോലും അവർക്ക് ഈ മാസം 30 വരെ പിഴ കൂടാതെ തന്നെ അടയ്ക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഒരു ബില്ലിനും പിഴ ഈടാക്കുന്നതല്ല. അവർക്ക് 30 വരെ സമയം നൽകിയിട്ടുണ്ട്. അതിനകത്ത് അവർ പണം അടയ്ക്കാനുള്ള സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ വാറ്റ്, എക്സൈസ് തുടങ്ങിയ നികുതിയുടെ കാര്യത്തിൽ ഈ പരിഗണന ഉണ്ടാവുകയില്ല. അവർ കൃത്യസമയം തന്നെ അത് അടയ്ക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ചികിത്സ തേടുന്നവരും മരുന്ന് വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുമുണ്ട്. ഇവർക്കൊക്കെയാണ് ഈ നോട്ട് വിനിയോഗിക്കേണ്ട അവസരം കൊടുക്കുന്നത് കൊണ്ട് അവർക്കാണ് ഏറെ ഗുണമുണ്ടാകുന്നത്. ഈ ഒരു മുൻകരുതൽ നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ബാങ്ക് ഒരു മുൻകരുതലും എടുക്കാതെയാണ് ഈ ഒരു സമീപനത്തോട് പോയിരിക്കുന്നത്. റിസർവ് ബാങ്കിന് ഒരു കൈപ്പിഴ പറ്റിയെന്ന വാർത്തയും വരുന്നു. ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് പെട്രോളിയം മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയും പണം ഷോർട്ടേജ് വന്നിട്ടും പെട്രോൾ മേഖലയിൽ പെട്രോൾ കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പമ്പുകളിലും പെട്രോളിൻ്റെ ഷോർട്ടേജ് വരുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിനകത്ത് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഈ കള്ളപ്പണം ഉള്ളവരെല്ലാം തന്നെ അത് നേരത്തെ അറിഞ്ഞിരിക്കുന്നു. അവർ സുരക്ഷിതമായി അതെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും ഡൽഹിയിൽ പോകുമ്പോൾ ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി വിവരണാതീതമായ പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് നോട്ട് പ്രതിസന്ധി തുടരുകയാണ്. ATMകൾ ഇനിയും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തതിനാൽ ജനം വലയുന്നു. പകരം സംവിധാനം ഏർപ്പെടുത്താതെ നോട്ട് പിൻവലിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വ്യാപാരികൾ സംസ്ഥാനത്ത് 15 മുതൽ കടകൾ അടച്ചിടും. 3 ആഴ്ചയെങ്കിലും എടുക്കും ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാണ് കേന്ദ്ര ധനമന്ത്രി ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ പകരം സംവിധാനങ്ങൾ പൂർണ്ണമായും ഫലവത്താകുന്നില്ല എന്ന വിവരങ്ങൾ കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. കോഴിക്കോട് നിന്ന് മേഘ മാധവൻ ചേരുന്നു. മേഘ, എങ്ങനെയാണ് കോഴിക്കോട്ടെ ഒരു പൊതുവായ അവസ്ഥ? അരുൺ, 5ാം ദിവസവും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ബാങ്കിലെ തിരക്ക് എന്ന് പറയുന്നത് ഓരോ സമയം കൂടുന്നതനുസരിച്ച് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്ടെ ഒരു ATMകളും ഇതുവരെയും തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഏകദേശം ഒരു 11 മണിക്ക് ശേഷം എങ്കിലും ATMകൾ, ഷട്ടറിട്ട ATMകൾ തുറക്കും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ATMന് മുൻപിൽ ആളുകൾ കാവൽ നിൽക്കുന്ന ഒരവസ്ഥ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. ബാങ്കിന് മുൻപിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആളുകൾ കൂട്ടമായി വന്നു നിൽക്കുന്നു. വരി തെറ്റിച്ച് വരുന്ന ആളുകൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥരോട് ആളുകൾ വഴക്കിടുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട്ട് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു പ്രധാന ബാങ്കിന് മുൻപിൽ ക്യൂ നിന്ന അന്യ സംസ്ഥാന തൊഴിലാളിയുടെ പോക്കറ്റ് അടിക്കുന്ന കാഴ്ചയും ഉണ്ടായി. 5000 രൂപയും
തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരുന്ന പേഴ്സാണ് പോക്കറ്റ് അടിക്കപ്പെട്ടത്. അത് ഏറെ നേരം അവിടെ ഒരു പ്രതിസന്ധിക്കും കാരണമുണ്ടാക്കി. പഴയ നോട്ടുകൾ വെച്ച പേഴ്സാണ് പോക്കറ്റ് അടിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു പ്രതിസന്ധി ജനജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1000 ATMകൾ ഉള്ളിടത്ത് 110ഓളം ATMകൾ മാത്രമാണ് ഇന്നലെ ഉച്ചവരെ പ്രവർത്തിച്ചത്. ATMകൾ പൈസ നിറയ്ക്കുന്നു, അപ്പോൾ തന്നെ ATM കാലിയാകുന്നു എന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട്ടെ ചെറുകിട ഭാരത്തെയൊക്കെ ഈ പ്രതിസന്ധി പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കോഴിക്കോട്ടെ വലിയങ്ങാടി എന്ന് പറയുന്ന വ്യാവസായിക ഇടം തന്നെ ശൂന്യമായൊരവസ്ഥ, ആളുകൾ ഒന്നുമില്ലാതെ ശൂന്യമായൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനജീവിതത്തെ തന്നെ കാര്യമായി ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നു. 3 ദിവസം എന്ന് മാത്രം 2 ദിവസം മാത്രമേ ഈ ഒരു തുടരുകയാണ്. മേഘാമാധവനാണ് വിവരങ്ങൾ. അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ നിർധന കുടുംബത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ സഹായം വാഗ്ദാനം ചെയ്ത് പറ്റിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എറണാകുളം കങ്ങരപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലൈബിനും കുടുംബവുമാണ് വഞ്ചിക്കപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ ലൈബിന് വീടും ഭൂമിയും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് സുതാര്യ കേരളം പരിപാടിയിൽ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ ഇന്നും കടലാസിൽ ഒതുങ്ങുകയാണ്. സുതാര്യ കേരളം തുണച്ചു. ലൈബിനും കുടുംബത്തിനും പ്രതീക്ഷകളുടെ പുതുവർഷമെന്നാണ് 2 വർഷം മുൻപ് ജനുവരി 2-ന് ഇറങ്ങിയ ഒരു പത്രത്തിൽ വാർത്ത വന്നത്. ലൈബിന്റെ പരാതി പരിഗണിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുതാര്യ കേരളം പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിച്ച വാഗ്ദാന പെരുമഴ സംബന്ധിച്ചായിരുന്നു വാർത്ത. ദേഹമാസകലം തൊലി പൊളിഞ്ഞു പോവുകയും ജന്മനാ കൺപോളകൾ നഷ്ടമായതിനെ തുടർന്ന് ഉറങ്ങാനാവാത്ത അപൂർവ അസുഖം ബാധിച്ച ലൈബിന്റെ 1.5 വയസ്സുകാരി മകൾ ലൈവിതയുടെ അവസ്ഥ കണ്ടായിരുന്നു പ്രഖ്യാപനങ്ങൾ. എറണാകുളം കങ്ങരപ്പടിക്കടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ലൈബിന്റെ കുടുംബത്തിന് ജില്ലയിൽ തന്നെ 3 സെന്റ് സ്ഥലം, വീട്ടിൽ ഒരു മുറി ശീതീകരിക്കുക, കുഞ്ഞിനും അമ്മയ്ക്കും പെൻഷൻ, വാടകയ്ക്ക് ഓട്ടോ ഓടിക്കുന്ന ലൈബിന് സ്വന്തമായി ഓട്ടോ തുടങ്ങിയവയായിരുന്നു വാഗ്ദാനങ്ങൾ. എന്നാൽ പിന്നെന്തുണ്ടായി എന്ന് ലൈബിൻ തന്നെ പറയും. കളക്ടറേറ്റ് കയറി ഇറങ്ങുമ്പോഴൊക്കെ അവർ പറയണത് എന്താണ്, ഇപ്പോൾ ശരിയാക്കി തരാം, പിന്നെ ആ സ്ഥലം സ്മാർട്ട് സിറ്റി എടുത്തു പോയി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആൾക്കാർ വീട് വെക്കുന്നുണ്ട്. സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പറ്റുന്നതേ ചെയ്യാൻ പാടുള്ളൂ. ലൈവിതയ്ക്കിപ്പോൾ പ്രായം 3.5 വയസ്സ്. അസുഖത്തിന് ഒരു കുറവുമില്ല. സർക്കാർ സഹായം തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു പറ്റിച്ചവരുടെ കൂട്ടത്തിൽ ലൈബിൻ്റെ കുടുംബവും ഉൾപ്പെടുന്നു. ഈ ലൈവിതയ്ക്കായി നിരവധി വാഗ്ദാനങ്ങളാണ് മുൻ സർക്കാർ വാഗ്ദാനം ചെയ്തതെങ്കിലും അതെല്ലാം കടലാസിൽ മാത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. കങ്ങരപ്പടിയിലെ ലൈബിൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ മനോജ് ചങ്ങനാശ്ശേരിക്കൊപ്പം KM ഉമേഷ്.